ഇന്ന് ബീഫ് വാങ്ങിയപ്പോൾ കുറച്ച് നെയ്ച്ചോറും ബീഫ് കറി സ്റ്റൂ ആക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ ഇവിടെ ഉണ്ടാക്കി. നമ്മൾ സാധാരണ നെയ്ച്ചോറാകുമ്പോൾ ബീഫ് മുളകിട്ടതും, പിന്നെ കാബേജിന്റെ ഉപ്പേരിയും, വെണ്ട മുളകിട്ടതും, പിന്നെന്താ പപ്പടം. ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ. പക്ഷെ ഇന്ന് ബീഫ് സ്റ്റൂ ആക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്തെങ്കിലും ഒന്ന് മുളക് വേണ്ടി വരുമല്ലോ. അപ്പോൾ വെണ്ട ഇല്ല, അതിന് പകരം എന്ത് ചെയ്ത് വഴുതന ഉള്ളതുകൊണ്ട് വഴുതന മുളകിട്ട് ട്ടോ. പിന്നെ ഇതിന് കാബേജ് ഉപ്പേരിന്റെ ആവശ്യമില്ല. സ്റ്റൂ ആയതുകൊണ്ട് ഉപ്പേരി തന്നെ വേണമെന്നില്ല. പിന്നെ പപ്പടം, തൈര് അത്രയൊക്കെ തന്നെ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുതേ. ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ കൂടി കമൻറ്റിൽ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യണം. കാരണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പോലും ഞാൻ ഒരിക്കലും വീഡിയോയിൽ പറയലില്ല. കാരണം ആരും നിർബന്ധിച്ച് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുപോലും ഞാൻ പറയലുമില്ല. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് കമൻറ്റ്സ് വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കൂടുതലും ഫുഡിൻ്റെ അങ്ങനത്തെ വീഡിയോ തന്നെ ഇടുന്നത്. അപ്പോൾ ഡെയിലി ഇങ്ങനെ ഇടുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ആ ഒരു ഏതെങ്കിലും ഒരു ഐറ്റംസ് നിങ്ങൾക്ക് എന്താ മാച്ചായി വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻസിൽ പറയാം. ആ ഞങ്ങൾക്കും ഇതാണ്. അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ?